എല്ലാവർക്കും നമസ്കാരം. അതീവ സങ്കടകരമായ ഒരു പ്രഭാവത്തിലാണെന്ന് നിൽക്കുന്നത്. പെരുങ്കുളത്ത് ഒരു വഴിയമ്പലം, പഴയ പ്രൗഢിയിൽ ഒറ്റക്കല്ലിൽ തീർത്തൊരു വഴിയമ്പലം വർഷങ്ങൾക്ക് മുമ്പ് നിൽപ്പുണ്ടായിരുന്നു. അത് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ വെളുപ്പിനെ 5 മണിക്ക് പൊളിച്ചു നിൽക്കുകയും അതിൻ്റെ പുറകെ ഞങ്ങൾ കുറേ പേർ ചെന്നിട്ട് ഇത് കാണിച്ചത് മോശമാണ്, നൂറ്റാണ്ടുകളോളം പഴമയുള്ള ഈ ഒരു സംഭവം പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് അറിയിക്കണമായിരുന്നു എന്ന് പറയുകയും അതിനെ തുടർന്ന് അത് കേസാവുകയും ഞാൻ ഉൾപ്പെടെ കുറേ പേര് ഹൈക്കോടതിയിൽ പോയി ജാമ്യം എടുക്കേണ്ടി വരുന്നൊരു വലിയ കേസിൻ്റെ അവധിയാണെന്ന്. അങ്ങനെ കോടതിയിൽ പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്താണ് പെരുങ്കുളത്തെ പുസ്തക സ്തൂപം. നിങ്ങൾക്കെല്ലാം അറിയാം, പെരുങ്കുളത്ത് കേരളത്തിലെ രണ്ടാമത്തെ പുസ്തക ഗ്രാമമാണ്, ആദ്യത്തെ പുസ്തക ഗ്രാമമാണ്, ഇന്ത്യയിലെ രണ്ടാമത്തെ പുസ്തക ഗ്രാമമാണ്. അങ്ങനെയുള്ള പേരും പെരുമയും ഏറി നിൽക്കുന്ന, പല കാരണങ്ങളാലും പല കാര്യങ്ങൾ കൊണ്ടും മുൻപന്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു ഗ്രാമത്തിൽ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ വളരെയധികം മനോവിഷമം ഉണ്ടാക്കുന്നു. എനിക്ക് മാത്രമല്ല, ഈ നാട്ടിലെ 99% പേർക്കും അങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ബാക്കിയുള്ള 1% പേർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ വയ്യ. പെരുങ്കുളത്ത് കുറേ പുസ്തക കൂടുകളുണ്ട്. നമുക്ക് അവിടെ വന്നിരുന്ന് പുസ്തകം വായിക്കാം. ആവശ്യമുണ്ടെങ്കിൽ പുസ്തകം വീട്ടിൽ കൊണ്ടുപോകാം. പകരം ഒരു പുസ്തകം വെക്കണമെന്നൊരു നിബന്ധന വെച്ചിട്ടുണ്ടെങ്കിലും അത് നിർബന്ധമില്ല. പുസ്തകം വായിക്കുന്നവർക്ക് അത് വായിക്കുകയും എടുത്തുകൊണ്ട് പോകണമെങ്കിൽ എടുത്തുകൊണ്ട് പോട്ടെ, അഥവാ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നെങ്കിൽ പോയിക്കോട്ടെ, വായിക്കാനല്ലേ എന്നൊരു കോൺസെപ്റ്റിലാണ് ഈ പുസ്തക സ്തൂപം ഇവിടെ നിൽക്കുന്നതും ഈ പുസ്തക കൂടുകളിവിടെ നിൽക്കുന്നത്. പക്ഷേ ഈ എല്ലാ പുസ്തകക്കൂടിൻ്റെയും ഒരു സെൻട്രൽ ഐക്കൺ എന്ന രീതിയിൽ പെരുങ്കുളത്ത് അമരം എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥാപിച്ചിട്ടുള്ള പുസ്തക സ്തൂപം, അത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും വലിയ സ്തൂപമാണെന്ന് പറയപ്പെടുന്നു. ആ ഒരു സ്തൂപത്തിലിരുന്ന പുസ്തകങ്ങൾ ഇന്നലെ രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ നശിപ്പിക്കുക എന്ന അതിദാരുണമായ, സഹിക്കാൻ പറ്റാത്ത, അക്ഷരസ്നേഹികൾക്കല്ല, സാധാരണ ജനങ്ങൾക്ക് പോലും, വായിക്കാത്ത സാധാരണ ജനങ്ങളെ പോലും ബാധിക്കുന്ന അത്രയും വലിയ ഒരു പ്രശ്നം ഇവിടെ അത് കൂട്ടിയിട്ട് കത്തിച്ച ചാമ്പൽ നമുക്ക് കാണാം. പുസ്തകങ്ങളെല്ലാം എടുത്ത് കൂട്ടിയിട്ട് കത്തിക്കുകയും ബാക്കി വന്ന പുസ്തകം വലിച്ചു കീറി കളയുകയും ചെയ്യുക എന്നൊരു വേദനാജനകമായ സംഭവം ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മളുടെ സൊറവരമ്പ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സൊറവരമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് കുപ്പായക്കൂട് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള പഴകിയ തുണികളല്ല, നമുക്ക് എടുത്ത് പാകമാവാതെ പോയ തുണികൾ അല്ലെങ്കിൽ പുതിയ തുണികൾ അത് അയൺ ചെയ്ത് കൊണ്ടുവയ്ക്കുന്ന, കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും കൊറിയർ വരെ വരുന്നുണ്ട്. അതൊക്കെ കൊണ്ട് ഇവിടെ നാട്ടിലുള്ള പല ആൾക്കാർ, ഇത് കവർ ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുകയും അതുകൊണ്ട് വയ്ക്കുകയും എല്ലാവരും ചെയ്ത കാര്യമാണ്. അതൊരു ദിവസം രാത്രിയിൽ എടുത്ത് വയലിൽ എറിയുകയും പാവങ്ങൾ വന്നെടുക്കുന്നതാണ്. എങ്ങനെ ഇത് ചെയ്യാൻ മനസ്സ് വരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ പറ്റത്. എനിക്ക് തോന്നുന്നത്, പേഴ്സണലി ഞാൻ പറയുകയാണ്, നാട്ടിനകത്തുള്ളവർ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ട് പറഞ്ഞ് സംസാരിക്കാം. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല, അതാണ് യാഥാർത്ഥ്യം. ഞാൻ അറിയാം അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും ഈഗോ കോംപ്ലക്സിൻ്റെ പുറത്ത് ഇത്രയും ദാരുണമായ പ്രവൃത്തികൾ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഭാരവാഹികളെ ആരെങ്കിലും ആക്രമിച്ചാൽ പോലും ഇത്രയും വേദന ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ഒന്നുകിൽ ആശയങ്ങൾ കൊണ്ട് നേരിടും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആക്രമണമാണെങ്കിൽ നിങ്ങൾ വ്യക്തിപരമായിട്ട് ആക്രമിച്ചോ, വിഷയമില്ല. പക്ഷേ ഇത് ഒന്ന് കുപ്പായക്കൂട്ടിൽ വരുന്ന പഴയ കുഞ്ഞുങ്ങൾക്കുള്ള തുണികൾ, നിർധനരായ ആൾക്കാർക്കുള്ള തുണികൾ, അതെടുത്ത് കത്തിച്ച് കളയുക. വിലപിടിപ്പുള്ള പുസ്തകങ്ങൾ, അതായത് ഈ സമയത്തൊരു ഇൻ്റർനാഷണൽ വ്ളോഗർ ഇവിടെ കഴിഞ്ഞ ആഴ്ച വരികയും അവർ സ്പോൺസർ ചെയ്ത അമൂല്യമായ പുസ്തകങ്ങൾ ഉൾപ്പെടെ ഈ പൂട്ടില്ലാത്ത പുസ്തക സ്തൂപത്തിൽ വയ്ക്കുകയും ചെയ്തതാണ്. അതെടുത്ത് കളഞ്ഞത് തീർത്തും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഏത് രീതിയിൽ മുന്നോട്ട് പോകാം എന്ന് വായനശാലയുടെ ഭാരവാഹികളോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനി ഇവിടെ ആവർത്തിക്കാൻ പാടില്ല എന്നൊരു ഉറച്ച തീരുമാനം നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ മറ്റ് വല്ല അജണ്ട ഉണ്ടോ എന്നും അറിയാൻ വയ്യ. എന്തായാലും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. തീർത്തും നമ്മൾ അവരോട് ക്ഷമിക്കാനും അവരെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്ന് അവരെ തിരുത്താനുമാണ് നമ്മൾ തീർച്ചയായും ശ്രമിക്കേണ്ടത്. പക്ഷേ ഇത് ആരാണെന്ന് നമ്മൾക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിൽ നിൽക്കുന്ന 20ഓളം പുസ്തകക്കൂടുകളുണ്ട്. ഇതെല്ലാം ഓപ്പണാണ്. എല്ലാവരും ചോദിക്കാറുണ്ട്, പല നാട്ടിലുള്ള ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇത് ഓപ്പണായിട്ട് വെച്ച് കഴിഞ്ഞാൽ പുസ്തകം നശിച്ചു പോകത്തില്ല എന്നൊക്കെ നമ്മൾ ധൈര്യമായിട്ട് പറയാറുണ്ട്. പുസ്തകം കൊണ്ടുപോയി വായിക്കാനല്ലേ എന്ന്. പക്ഷേ കത്തിച്ച് കളയുക എന്നുള്ളത് എങ്ങനെ നമുക്കിതിനെ ന്യായീകരിക്കാനോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും നമുക്ക് അങ്ങേയറ്റം പെയിൻഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്.